കോടതി നടപടികൾ ഇപ്പോഴും തുടരുകയാണ്. ഏകദേശം അരമണിക്കൂറായി കോടതി നടപടികൾ ആരംഭിച്ചിട്ട്. കോടതിയിൽ NIA കസ്റ്റഡി ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യേണ്ട ആവശ്യകതയാണ് ഇപ്പോൾ NIA കോടതിയിൽ ഉന്നയിച്ചിരിക്കുന്നത്. ഇക്കാര്യത്തിൽ വാദം നടക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. മുതിർന്ന അഭിഭാഷകൻ ധ്യാൻ കൃഷ്ണൻ, അതോടൊപ്പം തന്നെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായി നിയമിച്ചിട്ടുള്ള നരേന്ദർമാൻ എന്നിവരാണ് NIAക്ക് വേണ്ടി ഹാജരാകുന്നത്. അതേസമയം പീയൂഷ് സച്ദേവയാണ് തഹാവൂർ റാണയ്ക്ക് വേണ്ടി ഹാജരാകുന്നത്. ഡൽഹി ലീഗൽ സർവീസ് സൊസൈറ്റിയാണ് പീയൂഷ് സച്ദേവയെ അഭിഭാഷകനായി നിയമിച്ചിട്ടുള്ളത്. അഡീഷണൽ സെഷൻ ജഡ്ജ് NIA പ്രത്യേക കോടതിയിലെ അഡീഷണൽ സെഷൻ ജഡ്ജ് ചന്ദ്രജിത് സിംഗ് ആണ് ഇപ്പോൾ കോടതി നടപടികൾ നടത്തുന്നത്. ഇൻ ക്യാമറ പ്രൊസീഡിങ്സ് ആണ് നടക്കുന്നത്. അതായത് കക്ഷികളും അഭിഭാഷകരും മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാവരെയും തന്നെ പുറത്താക്കിയിട്ടുണ്ട്. മാധ്യമപ്രവർത്തകരടക്കമുള്ളവരെ കോടതിയിൽ നിന്നും ഒഴിപ്പിച്ചിരിക്കുകയാണ്, പൂർണ്ണമായും ഒഴിപ്പിച്ചിട്ടുണ്ട്. അല്പസമയത്തിനകം ഇതുമായി ബന്ധപ്പെട്ട തീരുമാനം വരും. ഏതായാലും ഞാനിപ്പോൾ നിൽക്കുന്ന NIA ആസ്ഥാനത്ത് എല്ലാവിധ സജ്ജീകരണങ്ങളും ശക്തമായിട്ടുണ്ട്. സുരക്ഷാ സന്നാഹങ്ങൾ ശക്തമാക്കിയിരിക്കുകയാണ്. ഇവിടെ CRPFും അതോടൊപ്പം തന്നെ CISFും അടങ്ങുന്ന പ്രത്യേക സുരക്ഷാ സേനയാണ് ഇപ്പോൾ ഇവിടുത്തെ സുരക്ഷ ഏറ്റെടുത്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഡൽഹി പോലീസ് കമാൻഡോയും ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ വലിയ തോതിൽ ബാരിക്കേഡുകൾ വെച്ചുകൊണ്ട് തന്നെ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി കഴിഞ്ഞു. NIA ആസ്ഥാനത്തായിരിക്കും തഹാവൂർ റാണയെ കൊണ്ടുവരുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. അതായത് കോടതി കസ്റ്റഡി നൽകുകയാണെങ്കിൽ നേരെ ഇവിടെ കൊണ്ടുവന്ന് ഇവിടെയായിരിക്കും ചോദ്യം ചെയ്യലിനായി 12 അംഗ പ്രത്യേക സംഘത്തെയാണ് ഇപ്പോൾ നിയോഗിച്ചിരിക്കുന്നത്. NIA ഡയറക്ടർ ജനറലിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘമായിരിക്കും ചോദ്യം ചെയ്യലിന് നേതൃത്വം നൽകുക. ഇന്ന് വൈകിട്ട് 6:30 മണിയോടുകൂടിയാണ് തഹാവൂർ റാണയെ അമേരിക്കയിൽ നിന്നും ഇന്ത്യയിലേക്ക് എത്തിച്ചത്. പ്രത്യേക വിമാനത്തിൽ എത്തിച്ച തഹാവൂർ റാണയെ ഏകദേശം 10:30 മണിയോടുകൂടിയാണ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി പുറത്തേക്ക് കൊണ്ടുവന്നത്. തുടർന്ന് NIAയുടെ കോടതിയിൽ പ്രത്യേക കോടതിയിൽ ഹാജരാക്കുകയായിരുന്നു. ബസന്താണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. കോടതി നടപടികൾ ഇപ്പോഴും പുരോഗമിക്കുകയാണ്. NIA കസ്റ്റഡി ആവശ്യപ്പെട്ടിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള തീരുമാനം വരുന്നതായിരിക്കും. നിർണായകമായ നിരവധി വിവരങ്ങൾ ഈ ചോദ്യം ചെയ്യലിൽ നിന്നും ലഭിക്കേണ്ടതായിട്ടുണ്ട്. രാജ്യം നടുങ്ങിയ മുംബൈ ഭീകരാക്രമണം നടന്ന് 16 വർഷത്തിന് ശേഷമാണ് മുഖ്യ സൂത്രധാരനായ തഹാവൂർ റാണ ഇന്ത്യയിൽ എത്തുന്നത്. കോടതി വ്യവഹാരം നേരിടുകയാണ്. അല്പസമയത്തിനകം തന്നെ തീരുമാനം അറിയാം.